ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കേക്ക് ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ കേക്കിൽ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ടോപ്പറൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഷീറ്റിലാണ് ചെയ്തിട്ട് വെക്കാറെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റാർ, ഹേർട്ട് ഷേപ്പിലൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കേക്കിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഞാനിതാ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ഷീറ്റ് നമുക്ക് ഫാൻസി ഷോപ്പിലോ ഇപ്പോൾ ബേക്കിംഗ് ഷോപ്പിലൊക്കെ ഇത് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ് വാങ്ങുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തുന്ന മുന്നേയായിട്ട് നമ്മൾ ബാക്ക് സൈഡാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. ഇത് തിരിച്ച് വെക്കുന്ന ടൈമിൽ ആ ഗിൽട്ട് ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വേണ്ടിട്ട് അടയാളപ്പെടുത്താനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ നമ്പർ 6 ആണ് അടയാളപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ നമ്പേഴ്സൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് വാങ്ങിയിട്ട് ആദ്യം ഫുള്ളായിട്ട് 1 to 9 വരെയുള്ള നമ്പേഴ്സ് ഇതുപോലെ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് അത് കഴിയുന്ന ടൈമിൽ, അഥവാ ഞാൻ ഒരു ഷീറ്റിലാണ് ഉണ്ടാക്കി വെക്കാറുള്ളൂ, അത് 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കേക്കിലേക്ക് ആ 1 എടുക്കുന്ന ടൈമിൽ ഞാൻ വേറൊരു ഷീറ്റിൽ അത് ആദ്യം തന്നെ അടയാളപ്പെടുത്തി വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതുപോലെ 6 ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുകയാണല്ലോ, ഞാൻ ഉണ്ടാക്കി ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് എനിക്ക് ഇനി വീണ്ടും അടയാളപ്പെടുത്തുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അതൊന്ന് ട്രേസ് ചെയ്തെടുക്കും. എന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ട്, അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് വെക്കുന്ന ടൈമിൽ നോക്കണം കേട്ടോ, നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് വരയ്ക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കണം, കാരണം ഗിൽട്ടുള്ള ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് വരച്ചെടുക്കുക. ഇത്തിരി പ്രയാസമൊക്കെ തന്നെയാണ്. ഫ്രീ ടൈമിൽ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഓർഡർ വരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഞാൻ സ്റ്റാർ കട്ട് ചെയ്തിട്ടുണ്ട്, ഹേർട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷോപ്പിലും റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ 6ൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു 10 രൂപയുടെ ഒരു ഫോം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറേ നമ്പേഴ്സ് അതിൽ നിന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ആ ഒരു കൊട്ടയിൽ നിറച്ചും കാണുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് കട്ട് ചെയ്ത് കണ്ട ശേഷം ഞാനിതിൽ ഒരു ടാപ്പ് ഒട്ടിച്ച് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് കേക്കിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അങ്ങ് ഡയറക്റ്റ് കുത്തി കൊടുത്താൽ മതി. ആ കുത്തിന് മുന്നേ ആയിട്ട് ഓർക്കണം, ഈ നമ്പർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വേഗം അടുത്ത ഫോം ഷീറ്റ് എടുത്തിട്ട് ആ ഒരു നമ്പർ കട്ട് ചെയ്ത് വെക്കുക. എടുക്കുന്ന നമ്പർ വേഗം വേറൊരു ഫോമിൽ കട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലായല്ലോ, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കേക്ക് ഓർഡറൊക്കെ വരുമ്പോൾ വേഗം വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഡെക്കറേഷൻ വീഡിയോ കാണുന്ന മുന്നായിട്ട് നമുക്ക് കുറച്ച് ആമസോൺ പ്രോഡക്റ്റ് പരിചയപ്പെടട്ടോ. ഹൗൾ വീഡിയോ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ യൂത്ത് ഫേസ് ക്രീമാണ്. അപ്പോൾ ഞാനിത് ഒരു ടൈം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബോട്ടിൽ കാലിയായി. ഇത് സെക്കൻഡ് ടൈം വാങ്ങിയതാണ്. ഇത് ഞാൻ പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചത്. കുറേ പേര് ഇതിൻ്റെ റിവ്യൂ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അതിൻ്റെ റിസൾട്ട് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പൊട്ടിക്കാതെ ഇവിടെ വെച്ചത്, നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ഇത് എനിക്ക് കിട്ടിയ പാടെ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചതായിരുന്നു. ആ പാക്കോർക്ക് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ മുന്നിലാണ് ഇത് പൊട്ടിച്ച് കാണിച്ച് തരാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ റിസൾട്ട് കിട്ടിയോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിത് രണ്ടാമത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ വാട്സപ്പിൽ വോയിസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ഒരു 15 ഡേയ്സ് തേച്ചിട്ടുണ്ടാവും. അപ്പോൾ 7 ഡേയ്സാണ് ഇവരിതിൽ പറയണത്. പക്ഷേ ഞാനിത് വാങ്ങിയിട്ട് ഒരു 7 ഡേയ്സിലൊന്നും എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല. എങ്കിൽ കൂടി ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ആ തടത്തിലുണ്ടായിരുന്ന കറുപ്പ് കളറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ തേക്കുന്ന ക്രമം കാണിച്ചതിൽ ഇത്തിരി തെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ പൊട്ടിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്യണ പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഖത്താട്ടോ അത് ചെയ്യേണ്ടത്, ഞാൻ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്തിരി വിലയുള്ള സാധനം തന്നെ ആയതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിലെടുത്ത് ഞാൻ ഇപ്പോൾ കഴുകി കളയുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് കാണിക്കണുള്ളൂ. ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് മുഖത്തേക്ക് കുറച്ച് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാമെന്നാണ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. ഞാനും കട്ടിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു 11, 12, 15 ദിവസത്തിനുള്ളിൽ എൻ്റെ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ബോട്ടിൽ കാലിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടു, ഈ ഒരു കട്ടി ഉണ്ടല്ലോ ഞാനിപ്പോൾ തേച്ചിട്ടില്ലേ, ആ ഒരു ഇതിൽ ചെയ്താൽ മതി, ഒരുപാട് കട്ടിയിലൊന്നും തേച്ച് വെക്കണ്ട എന്നൊക്കെ. പിന്നെ ഞാനിപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഓർഡർ ചെയ്തിട്ടത്. എന്നിട്ടും എൻ്റെ കയ്യിൽ ഇതിപ്പോൾ കിട്ടിയിട്ട് 2 ആഴ്ചയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പൊട്ടിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പലർക്കും ഡൗട്ടുണ്ട്, ഇത് ആദ്യത്തെ ഒരു ബോട്ടിൽ തേച്ച് കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ റിസൾട്ട് വന്നത്
അഥവാ നമ്മൾ തേക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് വീണ്ടും പഴയതുപോലെ തന്നെ ആ ഒരു സെയിം കളറിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്നുള്ള കുറേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ കുറച്ച് ദിവസത്തിലേക്ക് ഇത് തേക്കാതെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് ആ ഒരു വന്ന കളർ അതേപടിയുണ്ട്, പഴയ കളറിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടില്ല. പിന്നെ ഞാൻ ഒന്നും കൂടെ ഇത് വാങ്ങിയിട്ടുള്ളത് ഇനി ഇതേപോലെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇടയ്ക്ക് തേച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഇനി ഡെയിലി തേക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ വല്ലപ്പോഴും തേക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് വീണ്ടും ഓർഡർ ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്കിത് തേച്ചിട്ട് വേറെ എൻ്റെ മുഖത്ത് കുരുവോ ഒന്നും വന്നിട്ടില്ല, അതുപോലെ എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ സ്കിന്നനുസരിച്ചിട്ട് എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെ അല്ല. അപ്പോൾ എല്ലാവരും അവരുടെ സ്കിന്നിൽ ഫസ്റ്റ് ട്രൈ ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് യൂസ് അല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കുക. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളെ സ്കിന്നാണ്, എന്തെങ്കിലും വന്നു പോയിട്ട് പിന്നെ നിങ്ങളെ റിവ്യൂ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. എനിക്കിത് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ബോട്ടിലും ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറയാം ഞാൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ബോഡി ലോഷനാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റൊക്കെ എൻ്റെ ഡാഡി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത് ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾക്കിത് നാട്ടിലും വാങ്ങാൻ കിട്ടും, ആമസോണിലും നോക്കിയപ്പം അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് മേലിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. ഇതെൻ്റെ മോള് വാങ്ങിയിട്ടുള്ള ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അവൾ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗമൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിക്കുണ്ട്, നല്ല കറക്റ്റ് സൈസായിരുന്നു. ഇതിന് മുന്നേ മോള് ഒരു ബൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ തന്നെ. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തതാണ്. അത് ചെയ്ത ടൈമിൽ കുറേ പേര് എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ സെയിം ക്വാളിറ്റി ആ ഒരു ഷൂവിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി ഉള്ളത് നമ്മൾ ഉണ്ടെന്നേ പറയൂ, ഇല്ലാത്തതാണെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ കൂടെ തന്നെ പറയൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഷൂ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ജീൻസിൻ്റെ കൂടെ മോളിപ്പോൾ സ്കൂളിലേക്ക് യൂസ് ചെയ്യാനാണ് കേട്ടോ അത് വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് മോനുമായിട്ടുള്ള ഒരു ഷൂ ആണ് കേട്ടോ അത്. ഇതിൻ്റെ റേറ്റ് വളരെ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി വളരെ ചീപ്പായിരിക്കും സംഭവം. 300 സംതിങ് ഉള്ളായിരുന്നു ഞങ്ങൾ വാങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ കരുതി ഇത്രയും ഇതിന് നല്ല ലുക്കൊക്കെ ഉണ്ട് കാണുമ്പോൾ. അപ്പോൾ കൊണ്ടുവന്ന് നോക്കിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഷൂ തന്നെയാണ്. പക്ഷേ മോളെ അത്രയ്ക്ക് ക്വാളിറ്റി എനിക്ക് തോന്നിയില്ലെങ്കിൽ കൂടി ഇതും അത്യാവശ്യം നമ്മൾ കൊടുത്ത പ്രൈസിന് നല്ല കംഫർട്ടായിട്ടുള്ള ഷൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ കാണാം. കേക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 1 kg ബ്ലൂബെറി കേക്കാണ്. 6 ഇഞ്ചിൻ്റെ പാനിൽ 2 ടൈമിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇത്രയെങ്കിലും ഹൈറ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ റെഡ് കളർ ചേർത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴൊക്കെ ശരിക്കും അത് നല്ല കട്ടിയിലൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ നമുക്ക് ഈ ഡെക്കറേഷനൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ ആദ്യം നല്ല കട്ടി ഉണ്ടെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞ് താഴെ വെക്കുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നതിന് വലിയ അളവൊന്നും നോക്കാറില്ല. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽക്കൊരു 1/4 കപ്പ് പോലും വിപ്പിംഗ് ക്രീം എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. 1/4 കപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് അങ്ങ് ഒലിച്ചു പോവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എൽസ തീമിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു എൽസ തീം ചെയ്തിട്ടുണ്ട് ഫോണ്ടൻറ്റിലൊക്കെ വെച്ചിട്ട് മോളെ ബർത്ത്ഡേക്ക്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ 6 ഉണ്ടല്ലോ, അത് ഞാൻ ടൂത്ത് പിക്കിൽ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഈ ഒരു നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ നോസിലിന് നമ്പറില്ല, വലിയ സൈസ് നോസിലാണ്. നമ്മളെ റഷ്യൻ നോസിലിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഈ ഒരു നോസിൽ. അതിന് നമ്പർ ഒന്നുമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വിപ്പിംഗ് ക്രീം എന്ന് പറയുമ്പം ഈ ഒരു മുകളിൽ ഞാൻ ഈ കേക്കിൽ കൊടുത്ത ആ ഒരു ലൈറ്റ് പിങ്ക് കളർ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ചും കൂടി വൈറ്റ് ക്രീം ഉണ്ടായിരുന്നു. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. നല്ല വലിയ ഫ്ലവറാണ് ഇതിൽ കിട്ടില്ല കേട്ടോ. അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന ടൈമിൽ നല്ല സിസ്മെറിങ്ങിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് പേര് എഴുതിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ കേക്ക് ബോർഡിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. എങ്ങനെയും വെച്ച് കൊടുക്കാം, നമുക്ക് കേക്കിലേക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അത് ജസ്റ്റ് ഞാൻ പേര് വെച്ചതിന് ശേഷം ഒന്ന് ലെവലാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ മുകളിൽ കേക്കിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ആ ഒരു ക്രീം കൊണ്ട് ഞാനിതാ ഇവിടെ കേക്ക് ബോർഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാഷ്മെല്ലോ ആണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. ഇങ്ങനെ വലിയതാണ്, നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ മാഷ്മെല്ലോ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പം അവിടെ ഇവിടെയൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഷുഗർ ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഷുഗർ ബോൾസ് തന്നെ വലുതും ചെറുതും എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ ഒരു വലിയ ഷുഗർ ബോൾസ് വൈറ്റ് എടുത്തിട്ടുള്ളതിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് കിട്ടും. അപ്പോൾ അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ ക്രീം ഡ്രിപ്പ് ചെയ്തതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ആ ഫ്ലവർ പോലെ നിൽക്കുന്ന അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളൊരു ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം പെൺകുട്ടികളുടെ ബർത്ത്ഡേക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പറിൻ്റെ കാല് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ കോയിൻ പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞു ഡെക്കറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലെന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.